Hi guys, welcome to Verana Race Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമ്മൾ ഇന്ന് ടാജറ്റ് CHSL 2024 SSC റീസണിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ന്യൂ സീരീസ് ആണിത്. സോ ഈ ഒരു സീരീസിൽ എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും ഒരു 30 സെക്കൻഡ് ടൈം വീതം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പീഡ് മോക്ക് പോലെ പോവുകയാണ്. സോ ആ ഒരു രീതിയിൽ ഈ ഒരു സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിവിഷൻ ആൻഡ് പ്രാക്ടീസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും ഒരു 30 സെക്കൻഡ് ഉണ്ട്. സ്പീഡ് മോക്ക് പോലെയാണ് പോകുന്നത്. സോ ഇത്രയും നാൾ നമുക്ക് ഇനി അറിയാം, ജൂലൈയിലാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. ജൂലൈയിൽ ഫസ്റ്റ് വീക്കിലാണ് നമ്മുടെ എക്സാം, CHSL എക്സാം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു റിവിഷനും ഒരു പ്രാക്ടീസ് എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സെഷൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അക്കംപനി, ആക്സിഡൻറ്റ്, ആക്യുറസി, അക്ലെയിംഡ് ആൻഡ് അക്സെപ്റ്റഡ്, അതിനെന്താണ് അസസറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 6 ഇത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ നമുക്കൊരു 30 സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു തുടങ്ങാം. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. 562413 എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ ആദ്യമേ വരുന്നത് എന്താണ്? അക്സെപ്റ്റഡ് ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്? അസസറി, ദെൻ ആക്സിഡൻ്റ് ആയിരിക്കും വരുന്നത്. സോ 562413 എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിലായിരിക്കും പോകുന്നത്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. 30 സെക്കൻഡിനുള്ളിൽ തന്നെ ചെയ്യാൻ നോക്കുക. വളരെ എളുപ്പമാണ്. പക്ഷേ ഇവിടെ എന്താണ് നമ്മൾ കൂടുതലാക്കേണ്ടത്? നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ 30 സെക്കൻഡിനുള്ളിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. QIN ഈസ് ടു XPU, then DSY ഈസ് ടു KZF ആൻഡ് ALM ഈസ് ടു ഡാഷ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, സോ ഇവിടെ നോക്കുവാണെങ്കിൽ QIM ഞാൻ ജസ്റ്റ് അതിൻ്റെ എന്താണ് പൊസിഷണൽ വാല്യൂസ് എന്ന് എഴുതുവാണെങ്കിൽ ഇത് എത്രയാണ്? 17, 9, 14. ഇവിടെ വരുമ്പോൾ ഇത് 24, then this is 16 and 21. എന്താണ് ആഡ് ചെയ്തേക്കുന്നത്? 7. 3 എണ്ണത്തിലും 7 ആഡ് ചെയ്ത് പോയേക്കുവാണ്. ഇവിടെയും അതേപോലെ തന്നെ +7 ആഡ് ചെയ്ത് പോയേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ALM എന്ന് പറയുന്നത് 1, 12 and 13 ആണ്. 7 ആഡ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? 3 എണ്ണത്തിലോടും 7 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 8, ദാറ്റ് ഈസ് H, 19, ദാറ്റ് ഈസ് S ആൻഡ് T, ദാറ്റ് ഈസ് 8, 19, 20. ഈ ഒരു രീതിയിൽ വരുന്ന HST ആണ് കറക്റ്റ് ആൻസർ. സോ HST എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ് ഇതിവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 9, 18, 324, 14, 11, 308. എന്നാൽ അടുത്ത വരുന്ന സീരീസ് ഏതെന്നാണ്. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ജസ്റ്റ് നോക്കാം. സോ നോക്കി നമുക്ക് എന്താ 9, 18, 324, 14, 11, 308 എന്നാണ് വന്നേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് 324 വരുമ്പോൾ നമുക്ക് എന്താണ്? 18ൻ്റെ സ്ക്വയർ ആണെന്ന് കിട്ടും അല്ലേ? 18ൻ്റെ സ്ക്വയർ. പക്ഷെ അങ്ങനെ നോക്കുവാണെങ്കിൽ 11ൻ്റെ സ്ക്വയർ ആണോ 308? അല്ല. അപ്പോൾ 18ൻ്റെ സ്ക്വയർ അതേപോലെ നമുക്ക് 18ൻ്റെ സ്ക്വയർ വരണം അല്ലേ? സോ ഇതെന്ത് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ, ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഇൻറ്റു
2. ഓക്കെ, ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഇൻറ്റു 2 ആണ് എന്ത് തേർഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സീരീസിൽ വരും. നമുക്ക് അപ്പോൾ രണ്ടാമത്തെ നോക്കാം. 14 ഇൻറ്റു 11 ഇൻറ്റു 2 ദാറ്റ് ഈസ് 28 ഇൻറ്റു 11 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര 300. ഈ രീതിയിൽ വരുന്ന ഓപ്ഷൻ ഏതായിരിക്കും ഇതിൽ കറക്റ്റ് ആൻസർ? ദാറ്റ് ഈസ് 7, 12 ആൻഡ് 168 എന്നായിരിക്കും. 7 ഇൻറ്റു 12 എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ 84 ആണ്. 84 ഇൻറ്റു 2 ദാറ്റ് ഈസ് 7 ഇൻറ്റു 12 എന്ന് പറയുന്നത് 84 ആണ്. 84 ഇൻറ്റു 2 is equal to 168 എന്ന് വരും. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ, 7, 12, 168. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് വരാൻഡ റൈസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ആദ്യം ഒരു ക്ലാസ് സെഷൻ, ദെൻ ഒരു സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും. ക്ലാസ് നമ്മൾ ബേസിക് ഫാക്കൽറ്റീസിനെ വെച്ച് നമ്മൾ ബേസിക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SCക്ക് ആണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ദെൻ ഇംഗ്ലീഷ്, ജനറൽ അവെയർനെസ് ആൻഡ് എന്താണ് റീസണിങ്, ഈ 4 ആയിരിക്കും പോകുന്നത്. ആൻഡ് നമുക്ക് അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും പോകുന്നതാണ്. അത് കഴിഞ്ഞ് സർക്കിൾ സെഷൻ ഉണ്ടാവും. സർക്കിൾ സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ സപ്പോർട്ടോട് കൂടി ഒരു സർക്കിൾ സെഷൻ പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞ് എക്സ്ട്രീം സർക്കിളും സൂപ്പർ ബാച്ചുമാണ്. എക്സ്ട്രീം സർക്കിളും സൂപ്പർ ബാച്ചും അപ്കമിങ് ആയിട്ടുള്ള എക്സാംസിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് അല്ലാതെ കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങളുടെ എന്താണ് നോളജ് കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു 2 എക്സ്ട്രീം സർക്കിളും സൂപ്പർ ബാച്ച് അല്ലെങ്കിൽ ഫോക്കസ് ബാച്ച് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഓൺഗോയിങ് ആയിട്ട് ഇപ്പോൾ CHSLൻ്റെ തന്നെ വരുമ്പോൾ CHSL ഫോക്കസ് ബാച്ച് നമ്മൾ ഓൺഗോയിങ് ആയിട്ട് ഇവിടെ പോകുന്നുണ്ട് റേസിൽ. സോ ഈ ഒരു അടുത്ത് വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ഈ 2. പിന്നെ അത് കഴിഞ്ഞൊരു റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം ഉണ്ട്, then ഒരു മോക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മോക്ക് ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SCക്ക് ആണെങ്കിൽ എല്ലാത്തിലും DB മാത്രമേ ഉള്ളൂ, അല്ലാതെ IB എക്സാംസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർവ്യൂസും കൂടെ ഉണ്ട്. സോ ആ IB എക്സാംസും അതേപോലെ തന്നെ ബാങ്കിൻ്റെ PO ലെവൽ എക്സാംസിനും എന്താണ്? ഇൻ്റർവ്യൂസ് മസ്റ്റാണ്. സോ അതിന് വേണ്ടി നമ്മളൊരു മോക്ക് ഇൻ്റർവ്യൂസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ നമുക്ക് അഡ്മിഷൻ ഓൺലൈനും ഓഫ്ലൈനും ബാച്ചസ് ഇവിടെ അവൈലബിൾ ആണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിന് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്ക് എന്താണ് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പേഴ്സാണ് ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത എന്താണ്? 2:9, ദെൻ 6:1:1 എന്നാൽ 5:- എന്നായിരിക്കും. ഓക്കെ, 2:9, ദെൻ 6:1:1, ദെൻ 5:. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. സോ നോക്കി 2:9 ആൻഡ് 6:121. ഇതിൽ നമുക്ക് 6:121 എന്ന് എടുക്കാം. നമുക്ക് 2:9 എങ്ങനെ രീതിയിൽ വേണമെങ്കിലും കിട്ടാം. പക്ഷേ ഈ 6:21 എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. 6ഉം 121. ഈ 121 എന്ന് പറയുന്നത് 11ൻ്റെ സ്ക്വയർ ആണ് അല്ലേ? 11ൻ്റെ സ്ക്വയർ ആണ്. സോ 6ൽ നിന്ന് 11ലേക്ക് എങ്ങനെ എത്താം എന്നാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. നോക്കിയപ്പം 6ൻ്റെ കൂടെ പ്രീവിയസ് നമ്പർ 5 ആഡ് ചെയ്യുമ്പോൾ 6ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? 11 ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 121 വരും. അങ്ങനെയാണ് ഫസ്റ്റിൽ ആപ്ലിക്കബിൾ ആണോ എന്നൊന്ന് നോക്കാം. 2ഉം 9 അല്ലേ? 2ൻ്റെ കൂടെ പ്രീവിയസ് നമ്പർ ഏതാണ്? +1. ഓക്കെ, അപ്പോൾ എത്ര? 3. 3യുടെ സ്ക്വയർ അല്ലേ 9 എന്ന് പറയുന്നത് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ 5ൻ്റെ അവിടെ എന്തായിരിക്കും വരുന്നത്? 5ൻ്റെ പ്രീവിയസ് നമ്പർ എന്ന് പറഞ്ഞാൽ 4, ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 സ്ക്വയർ. എത്ര ആയിരിക്കും വരുന്നത്? 81. ഓപ്ഷൻ 1 ആയിരിക്കും കറക്റ്റ് ആൻസർ. 81 ആയിരിക്കും കറക്റ്റ് ആൻസർ. എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് നമ്പർ പ്ലസ് ഫസ്റ്റ് നമ്പർ -1 ദാറ്റ് ഈസ് പ്രീവിയസ് നമ്പർ ആണ്. അതിൻ്റെ കൂടെ അതിൻ്റെ സ്ക്വയർ എടുക്കുക. ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ ആദ്യത്തെ നമ്പറിൻ്റെ മുമ്പുള്ള നമ്പർ പ്രീവിയസ് നമ്പർ എടുക്കുക. അതേ ഇത് സ്ക്വയർ, രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. അതായിരിക്കും എന്ത്? സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഒരു നമ്പർ അനലോജി ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം പ്രീവിയസ് ഇയറിലാണ്. സോ പ്രീവിയസ് ഇയറിൽ നമ്മൾ നമ്പർ അനലോജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. പല പാറ്റേൺസ് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഓരോ വീഡിയോയിലും
ഡിഫറെൻറ്റ് ആയിട്ടുള്ള പാറ്റേൺസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സോ അതൊന്ന് ജസ്റ്റ് പഠിക്കാം. ഓക്കെ, അപ്പോൾ 8, 13, 21, 13, 18, 31 വളരെ എളുപ്പമുള്ളൊരു സീരീസാണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോട്ട് റിലേറ്റഡ് ഇൻ ദ സെയിം വേ എന്നാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സെയിം ആയിട്ടുള്ളതല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അത് പെട്ടെന്ന് ശ്രദ്ധിച്ചെടുക്കുക. സോ ഇവിടെ എന്താണ് 8, 13, 21 അല്ലേ? 21 എന്ന് പറയുന്നത് എന്താണ്? 8ൻ്റെ കൂടെ 13 ആഡ് ചെയ്യുന്നതല്ലേ? ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ആണ് എന്ത്? തേർഡ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ? ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ആണ് എന്ത്? തേർഡ് നമ്പർ എന്ന് പറയുന്നത്. ഈ രണ്ടും 13ഉം 18ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 31 വരും. സോ ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ആണ് തേർഡ് നമ്പർ. അങ്ങനെ വരാത്ത ഏത് സീരീസ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും 11, 16, 29. കാരണം 6+1 7 ആയിരിക്കും വേണ്ടത്. പക്ഷേ ഇവിടെ വന്നേക്കുന്നത് 29. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 3 ആണ് ഇതിൽ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ്. സെയിം ആയിട്ട് വരുന്നതല്ല, ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെലഡി എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്തേക്കുന്നത് LEMYDO എന്നും, പേർപ്പിൾ എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്തേക്കുന്നത് RUPELP എന്നും, ക്ലോസ് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്തേക്കുന്നത് ഏത് രീതിയിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്? 30 സെക്കൻഡ് ടൈം തരാൻ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ എന്താ? മെലഡി അല്ലേ? MELODY. ഇവിടെ ലെറ്റേഴ്സ് ഒന്നും ചേഞ്ച് ആവുന്നില്ല, ഷിഫ്റ്റ് ആകുന്ന മാത്രമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ LEMYODയിലോട്ടാണ്. എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലാണ് ഷിഫ്റ്റ് ആവുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? ക്ലോസ്, CLAUSE എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? AUES. So ALCESU. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും ALCESU എന്നായിരിക്കും പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ് അവിടുത്തെ ലെറ്റേഴ്സ് ഒന്ന് ഇൻ്റർചേഞ്ച്ഡ് ആകുന്ന മാത്രമേ ഉള്ളൂ, അത് വേറൊരു രീതിയിലും പോകുന്നില്ല. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ ലെറ്റേഴ്സ് ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? പൊസിഷണൽ വാല്യൂസ് എഴുതുക. ജസ്റ്റ് അത് ഇൻ്റർചേഞ്ച്ഡ് ആണോ എന്നൊന്ന് കറക്റ്റ് അറിയാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഈ വേർഡ്സിൽ ഏതാണ് ഓഡ് വൺ ഔട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്? 30 സെക്കൻഡ് ടൈം തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കും. സോ നോക്കി EIJN നമുക്ക് അതിൻ്റെ പൊസിഷണൽ വാല്യൂസ് എന്ന് എഴുതാം. നമ്പർ 5, 9, 10 and 14. അടുത്ത വരുവാണെങ്കിൽ 4, then 8, 9 and 13. അടുത്ത വരുവാണെങ്കിൽ 2, 4, 6 and 8. അടുത്ത വരുവാണെങ്കിൽ 3, 7, 8 and 12. ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് എന്താണ്? ഇതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട്? നമുക്ക് നോക്കുമ്പോഴേ അറിയാം എന്താ, ബാക്കിയെല്ലാം 4 ആഡ് ചെയ്ത് പോയേക്കുവാണ്. എല്ലായിടത്തും 4 ആഡ് ചെയ്ത് പോയേക്കുവാണ് ഫസ്റ്റ് ഇതിൽ. ഇവിടെ മാത്രം എന്താണ് 2 ആണ് ആഡ് ചെയ്തേക്കുന്നത് അല്ലേ? ഫസ്റ്റിൽ നിന്ന് 2 ആണ് എഴുതിയേക്കുന്നത്. ബാക്കി എല്ലാം എന്താണ്
+4, അടുത്ത എന്താണ് +4 +1 ആ രീതിയിൽ പോയേക്കുവാണ്. മൂന്നാമത്തെ മാത്രമേ ഉള്ളൂ എന്ത് +2 എന്ന് നടക്കുന്നത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് തെറ്റുത്തരം എന്ന് പറഞ്ഞാൽ, സോറി ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 3 ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2, 10, 40, 120, 240 അടുത്ത വരുന്ന ടൈം ഏതാണെന്നാണ്. ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇവിടെ നോക്കി 2, 10, 40, 120, 240 കാണുമ്പോഴേ അറിയാം ഇതൊരു മൾട്ടിപ്ലിക്കേറ്റീവ് സീരീസ് ആണ്. കാരണം റേഞ്ച് ആ നമ്പേഴ്സിൻ്റെ റേഞ്ച് വലുതായിട്ട് ഡിഫറൻസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ×5, ×4, ×3, ×2 ആൻഡ് അടുത്ത എന്തായിരിക്കും ×1 വിച്ച് ഈസ് 240 തന്നെ. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? 240 തന്നെയാണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ, 240. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. പോയിന്റിങ് ടു ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഒരു 30 സെക്കൻഡ് ടൈം തരാം. സോ നോക്കി, ലുക്കിംഗ് ടു എ ഫോട്ടോഗ്രാഫ്, ഒരു വുമൺ പറയുകയാണ്, ഫോട്ടോഗ്രാഫ് ഓഫ് വുമൺ സാമുവൽ പറയാണ്, സാമുവൽ സെഡ് ദാറ്റ് ഷീ ഈസ് ദ മദർ ഓഫ് ദ ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് ബ്രദർ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സാമുവൽ വെച്ചിട്ട് പോവാണ്. സാമുവലിൻ്റെ മൈ ഫാദേഴ്സ് ബ്രദർ അല്ലേ. സോ ഫാദേഴ്സ് സാമുവലിൻ്റെ അച്ഛൻ്റെ അനുജൻ ബ്രദർ. ഓക്കെ, രണ്ടുപേരും പോസിറ്റീവ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഷീ ഈസ് ദ മദർ ഓഫ് ദ ഡോട്ടർ ഓഫ്. സോ അവരുടെ സാമുവലിൻ്റെ ഇതിൻ്റെ ഡോട്ടറിൻ്റെ മദർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ ബ്രദറിൻ്റെ വൈഫായിട്ട് വരും. സോ ആ ലേഡി ആരാണ്? ഇവിടെ വരും. ആ ലേഡി ഈസ് ആ പുള്ളിക്കാരൻ്റെ എന്ന് വെച്ചാൽ ആ ബ്രദറിൻ്റെ വൈഫായിട്ട് വരും. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഹൗ ഈസ് സാമുവൽ റിലേറ്റഡ് ടു ദാറ്റ് വുമൺ? നോക്കി, ആ ലേഡി ഇവിടാണ് വന്നേക്കുന്നത്. സാമുവൽ ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്? നോക്കി, ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ സൺ ആണ് അല്ലേ. ഹസ്ബൻഡ്സ് ബ്രദർ സൺ. ഓക്കെ, ഹസ്ബൻഡ്സ് ബ്രദർ സൺ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. സോ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യന് പോകാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു സിലോജിസം ക്വസ്റ്റ്യൻ ആണ്. ഓൾ സ്റ്റാർസ് ആർ മൂൺ, സം മൂൺസ് ആർ സൺസ്, ഓൾ സൺസ് ആർ സാറ്റലൈറ്റ്. അങ്ങനെയാണെങ്കിൽ 3 ഇത് തന്നിട്ടുണ്ട്. സം സാറ്റലൈറ്റ്സ് ആർ മൂൺ, സം സാറ്റലൈറ്റ്സ് ആർ സ്റ്റാർ. ഇനി അതേപോലെ മൂന്നാമത്തെ സം മൂൺസ് ആർ സ്റ്റാർസ് എന്നാണ് തന്നേക്കുന്നത്. 30 സെക്കൻഡ് ടൈം തരാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്ക് സിലോജിസത്തിൻ്റെ വെൻ ഡയഗ്രം ഒന്ന് വരയ്ക്കാം. ഓൾ സ്റ്റാർസ് ആർ മൂൺ, എല്ലാ സ്റ്റാർസും എന്താണ്? മൂണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സം മൂൺസ് ആർ എന്താണ്? സൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾ സൺസ് ആർ സാറ്റലൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, സാറ്റലൈറ്റ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ സം സാറ്റലൈറ്റ്സ് ആർ മൂൺ. സം സാറ്റലൈറ്റ്സ് എന്താണ്? മൂണല്ലേ, കറക്റ്റ് ആണ്. ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. അടുത്തത് സം സാറ്റലൈറ്റ്സ് ആർ സ്റ്റാർ. സം സാറ്റലൈറ്റ്സ് സ്റ്റാർ ആണോ? അത് ആ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ടോ ഡയറക്റ്റ്ലി? ഇല്ല. സോ അതെന്താണ്? തെറ്റായിട്ടുള്ളതാണ്. ഇനി സം മൂൺസ് ആർ സ്റ്റാർസ്, കുറച്ച് മൂൺസ് സ്റ്റാർസ് ആണ് നമുക്ക് ഈ ഒരു പാർട്ട് വന്നിട്ടുണ്ട്. സോ അത് രണ്ടും കറക്റ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഒൺലി കൺക്ലൂഷൻ 1 അല്ലെങ്കിൽ ബോത്ത് കൺക്ലൂഷൻ 1 ആൻഡ് 3 ഫോളോസ്. ഓക്കെ, ബോത്ത് കൺക്ലൂഷൻ 1 ആൻഡ് 3 ഫോളോസ് ആണ് വരുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനോട് നമ്മുടെ ഈ ഒരു സീരീസ് വൈൻഡപ്പ് ആവുകയാണ്. ഈ ഒരു ഇത് കംപ്ലീറ്റ് ആവുകയാണ്. ഈ ഒരു 10 ക്വസ്റ്റ്യൻസും ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡ് വീതമാണ് നമ്മൾ പോയേക്കുന്നത്. ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല എങ്കിൽ അത് എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നൊന്ന് അനലൈസ് ചെയ്യുക. ആൻഡ് 30 സെക്കൻഡിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ
ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു എന്താണ് CHSL നിങ്ങൾ നല്ല രീതിയിലാണ് പോകുന്നത്, നല്ല ട്രാക്കിലാണ് പോകുന്നതെന്ന് പറയുന്നതാണ്. സോ ടൈം ബൗണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റീസണിങ് പോവുക. കാരണം മൊത്തത്തിൽ 60 മിനിറ്റ് ആണ്. അതിൽ വളരെ എളുപ്പം ഒരു 25 ക്വസ്റ്റ്യൻ ഒരു 18 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ തീർക്കാൻ പറ്റുമെങ്കിൽ, റീസണിങ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ടൈം എന്ത് ചെയ്യാം, മാത്സിന് വേണ്ടി കൊടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബ്ജക്റ്റിന് വേണ്ടി കൊടുക്കാം. സോ നിങ്ങൾക്ക് ടൈം നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും. സോ എപ്പോഴും ഒരു സ്പീഡ് മോക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.